വട്ടാറുള്ളൊരു വാസ്തുവിൽ വിലസിടും സംഭൂത സർവാത്മികേ, വിട്ടാർന്നുള്ളൊരു നിന്റെ പൂർവനിലയെ വാഴ്ത്തുന്നു ഹാ വിഷ്ണുവും. കൽപ്പാന്ത്യോദയകാരിണി വിമലജേ കാരുണ്യകർമാംബികേ, നൽപൂങ്കാലടി കുമ്പിടുന്നിതനിശം എന്നാറ്റുകാലീശ്വരീ ദേവി ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 24-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. അതിൽ സാളഗ്രാമത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ആ വിവിധ രൂപങ്ങളിലുള്ള സാളഗ്രാമങ്ങളെ പൂജിക്കുന്നത് കൊണ്ടുള്ള ഫലാഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ ഇവിടെ ഇതാ തുടർന്നു കൊണ്ട് പറയണു. ബ്രഹ്മ ആ സാളഗ്രാമം എവിടെയുണ്ടോ അവിടെ ഹരിയുടെ സന്നിഹിതനായിരിക്കും. സകല തീർത്ഥങ്ങളോടും കൂടിയ ശ്രീ ലക്ഷ്മി ദേവിയും അവിടെ സന്നിഹിതയായിരിക്കും. ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങളെല്ലാം സാളഗ്രാമശിലയെ പൂജിക്കുന്നത് കൊണ്ടില്ലാതാവും. ഛത്രാകൃതിയിലുള്ള, ഛത്രം എന്ന് പറഞ്ഞാൽ കുടയുടെ ആകൃതിയിലുള്ള സാളഗ്രാമത്തിന് രാജ്യവും വളർത്തുളമായിട്ടുള്ള സാളഗ്രാമത്തിന് മഹത്തായ ഐശ്വര്യവും നൽകാൻ കഴിയും. ശകടാകരമായിട്ടുള്ള സാളഗ്രാമം ദുഃഖവും, ശൂലാഗ്രതുല്യമായിട്ടുള്ള സാളഗ്രാമം മരണവും വരുത്തിവെക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനെ വീട്ടിൽ വെച്ച് പൂജിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. വികൃതമുഖമുള്ളത് ദാരിദ്ര്യം, പിങ്കള നിറമുള്ളത് ഹാനിയും, മുറിഞ്ഞ ചക്രമുള്ളത് വ്യാധിയും, പൊട്ടിയത മരണവും ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാളഗ്രാമങ്ങളെ ഒന്നും വെച്ച് നമ്മൾ പൂജിക്കരുത്. സാളഗ്രാമത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന വ്രതം, സ്നാനവും പ്രതിഷ്ഠയും, ശ്രാദ്ധം, ദേവാദിപൂജ ഇതെല്ലാം അത്യധികം ഫലപ്രദമുള്ളതാണ്. ഈ സാളഗ്രാമത്തിൻ്റെ സാന്നിധ്യത്തിൽ കഴിയുന്നവരെ സർവ്വതീർത്ഥങ്ങളിലും സ്നാനം ചെയ്തത് സമസ്ത യജ്ഞങ്ങളും സാഫല്യം നേടിയവരുമായിത്തീരും. അഖില യജ്ഞങ്ങളുടെയും തീർത്ഥങ്ങളുടെയും വ്രതങ്ങളുടെയും തപസ്സുകളുടെയും ഫലങ്ങൾ അവർക്ക് കിട്ടും. 4 വേദങ്ങൾ പഠിച്ചതുകൊണ്ടും തപസ് ചെയ്തുകൊണ്ടും ലഭിക്കുന്ന പുണ്യം സാളഗ്രാമ അർച്ചന കൊണ്ട് ലഭിക്കുന്നതാണ്. ആരാണോ സാളഗ്രാമ ശിലാജലത്തിൽ നിത്യവും സ്നാനം ചെയ്യുന്നത് അവന് ഭൂപ്രദക്ഷിണത്താലും സകല ദാനങ്ങളും എത്ര പുണ്യം ലഭിക്കുമോ അത്രയും പുണ്യം ലഭിക്കും. സാളഗ്രാമശിലാർത്ഥം ആരാണോ നിത്യവും സേവിക്കുന്നത് അവന് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സൗഖ്യം, സുഖം, സന്തോഷം എല്ലാം ജീവനിൽ ലഭിക്കുന്നുണ്ട്. സർവ പുണ്യതീർത്ഥങ്ങളും അവന്റെ സ്പർശം കൊതിക്കണമെന്നാണ് പറയണ. അത്യന്തം പരിശുദ്ധനായ അവൻ ജീവൻ മുക്തൻ ആയിത്തീരണു, ഹരിപാദത്തെ പ്രാപിക്കണു. വൈകുണ്ഠത്തിൽ തന്നെ ഹരിയോടുകൂടി അസംഖ്യം പ്രകൃത പ്രളയം അവൻ ദാസനായിക്കൊണ്ട്, ഹരിദാസനായിക്കൊണ്ട് വൈകുണ്ഠത്തിൽ കഴിയും. ബ്രഹ്മഹത്യാസമാനങ്ങളായ എല്ലാ പാപങ്ങളും അവനെ കണ്ടാൽ ഗരുഡനെ കണ്ട പാമ്പ് പോലെ ഓടിയൊളിക്കും. അങ്ങനെയുള്ളവരുടെ പാദരജസ് ഏൽക്കുന്നതായിട്ടുള്ള ഭൂമിദേവി അപ്പോൾ തന്നെ പരിശുദ്ധയാകും. അത്തരത്തിലുള്ളവരുടെ ജനം കൊണ്ട് പിതൃക്കന്മാർ പരിശുദ്ധമാകും. മരണസമയത്ത് ആർക്കാണോ ഈ സാളഗ്രാമതീർത്ഥം സേവിക്കാൻ കഴിയുന്നത് സർവപാപങ്ങളിൽ നിന്നും മുക്തനായി അവൻ വിഷ്ണുലോകം പ്രാപിക്കും. നിർവാണമുക്തി നേടും, കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാകും, അവസാനം വിഷ്ണുപാദത്തിൽ ലയിക്കുമെന്നതിന് സംശയമില്ല. സാളഗ്രാമശിലയിലും കയ്യിൽ വെച്ചുകൊണ്ട് ആരാണോ കള്ളം പറയുന്നത് അവന് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തോളം കുംഭീഭാഗ നരകത്തിൽ പതിക്കേണ്ടി വരും. സാളഗ്രാമം കയ്യിൽ വെച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തത് ആരാണോ പാലിക്കാത്തത് അവന് ലക്ഷം മന്വന്തരം
അസിപത്രവനത്തിൽ അസിപത്രവനം എന്ന് പറഞ്ഞ നരകത്തിൽ കിടന്നത് അവൻ നരകിക്കും. സാളഗ്രാമ പൂജയിൽ തുളസീജലം ഒഴിക്കുന്നവൻ ജന്മാന്തരത്തിൽ ഭാര്യയില്ലാത്തവനായിരിക്കും. ശംഖിൽ നിന്ന് തുളസീദളം എടുക്കുന്നത് കളയുന്നവൻ 7 ജന്മങ്ങളിൽ ഭാര്യാഹീനനും രോഗിയുമായിട്ട് ഭവിക്കും. സാളഗ്രാമവും തുളസിയും ശംഖും ഒരുമിച്ച് ചേർത്ത് സംരക്ഷിക്കുന്ന മഹാജ്ഞാനി ശ്രീഹരിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഭാര്യാസുഖം അറിഞ്ഞവന് തമ്മിൽ വേർപ്പെടുത്തേണ്ടി വരുമ്പോൾ ദുഃഖമുണ്ടാവും. ആ സാളഗ്രാമത്തിൻ്റെ മഹിമകളെയൊക്കെ അവിടെ പറഞ്ഞു. പിന്നീട് തൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, നീ ഒരു മന്വന്തരക്കാലം ശംഖചൂഡൻ്റെ പ്രിയപത്നിയായിരുന്നു. ശംഖചൂഡനെ പിരിയുക എന്നത് നിനക്ക് അങ്ങേയറ്റം ദുഃഖപ്രദമാണ് എന്നെനിക്കറിയാം എന്ന് ഭഗവാൻ പറഞ്ഞു. ഹേ നാരദ, ശ്രീഹരി അവളോട് ഇങ്ങനെ പറഞ്ഞു നിർത്തി. അവൾ സ്വശരീരം വിടിഞ്ഞ് ദിവ്യരൂപം സ്വീകരിച്ചു. ലക്ഷ്മിയെപ്പോലെ ശ്രീഹരിയുടെ മാറിടത്തിൽ വാഴുകയും ചെയ്തു. കമലാപതി അവളോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയി. ലക്ഷ്മി, സരസ്വതി, ഗംഗ, തുളസി എന്നിങ്ങനെ 4 പേർ ഭഗവാൻ ശ്രീഹരിയുടെ പ്രിയപത്നിമാരായിട്ട് ഭവിച്ചു. തുളസി പരിത്യജിച്ച ദേഹത്തിൽ നിന്ന് ഉടനെ തന്നെ ഗണ്ഡകി നദി ഉത്ഭവിച്ചു. മനുഷ്യർക്ക് പുണ്യം നൽകുന്നതിന് വേണ്ടി ശ്രീഹരി ശിലാരൂപത്തിൽ സാളഗ്രാമ രൂപത്തിൽ ആ നദീതീരത്തും മിന്നുന്നു. അവിടെയുള്ള കീടങ്ങൾ ശിലയെ പലവിധത്തിലാക്കി തീർക്കുന്നു. അതിൽ ഏതെല്ലാമാണോ അടർന്ന് ഗണ്ഡകീജലത്തിൽ പതിക്കുന്നത് അവയാണ് നിശ്ചിതമായ ഫലപ്രദാനം ചെയ്യുന്നത്. കരയ്ക്കുള്ള ശില സൂര്യതാപമേറ്റിട്ടാണ് പിങ്കള നിറമുള്ളതായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ അങ്ങ് എന്തെല്ലാമാണോ അറിയാൻ ആഗ്രഹിച്ചത് അതെല്ലാം ഇതാ ഞാൻ പറഞ്ഞു തന്നു. അതല്ലേ ലക്ഷ്മി, സരസ്വതി, ഗംഗ, തുളസി 4 പേരും എങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രിയ പത്നിമാരായി ഭവിച്ചത് എന്നുള്ളതിനെ വിശദമായിട്ട് പറയണം എന്നല്ലേ ചോദിച്ചത് നാരദൻ. അതിനുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ ഇവിടെ ദീർഘമായിട്ട് കുറേ അധ്യായങ്ങളിൽ കൂടി പറഞ്ഞത്. അതെല്ലാം ഇതാ ഞാൻ പറഞ്ഞു തന്നു. ഇനി അങ്ങക്ക് എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 24-ാമത്തെ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ.